നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യു.ഡി.എഫിന്റെ ആദ്യ നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നു എന്നതാണ് യു.ഡി.എഫ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഇന്ന് ആ യോഗം ചേരുമ്പോൾ ഒരുപാട് തലവേദനകളാണ് യു.ഡി.എഫിന്റെ മുൻപിൽ നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂർ തന്നെയാണ്. കാരണം ശശി തരൂരിന്റെ മുഖ്യമന്ത്രി സർവേ കോൺഗ്രസിനെ ആ രീതിയിൽ വല്ലാതെ പിടിച്ചുലച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കോൺഗ്രസിലെ തമ്മിൽ തല്ല് അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഘടകകക്ഷികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇന്നത്തെ യു.ഡി.എഫ് യോഗത്തിൽ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നോക്കാം എന്താണ് സംഭവിക്കാൻ സാധ്യതയെന്ന്. ഉമേഷ് തന്നെയാണ് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് യു.ഡി.എഫ് യോഗത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനും ചേരുന്നത്. ഉമേഷ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് യു.ഡി.എഫ് യോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. യു.ഡി.എഫ് യോഗം ചേരുമ്പോൾ യു.ഡി.എഫിനുള്ളിലെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ലും പടലപ്പിണക്കവും ഒക്കെയാണ്. ഇപ്പോൾ അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് ശശി തരൂരിന്റെ മുഖ്യമന്ത്രി സർവേയാണ്. അത് വന്നു, അതിന്റെ പേരിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തരൂരിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തരൂരിന്റെ തുടർച്ചയായ മോദി അനുകൂല നിലപാടുകൾ, ഇതൊക്കെ ഇന്ന് യു.ഡി.എഫ് യോഗത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? മറ്റ് ഘടകകക്ഷികൾ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? മനു, ഉറപ്പായിട്ടും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഇന്നത്തെ യു.ഡി.എഫ് യോഗത്തിൽ ചർച്ചയാകും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനകത്ത് നിൽക്കുന്ന തർക്കങ്ങൾ യു.ഡി.എഫിൻ്റെ കെട്ടുറപ്പിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കൊക്കെ തന്നെയുള്ളത്. ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുമ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കോൺഗ്രസിനകത്ത് തന്നെ നേതാക്കൾ തമ്മിലുള്ള കെട്ടുറപ്പില്ലായ്മ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പക്ഷേ ഒട്ടേറെ പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഈ അൻവറിൻ്റെ യു.ഡി.എഫ് പ്രവേശനം സംബന്ധിച്ചാണ്. അൻവറിനെ യു.ഡി.എഫിലേക്ക് എടുക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് തന്നെ വലിയ ഭിന്നത ആ ഘട്ടത്തിലുണ്ടാകുന്നു. വി.ഡി. സതീശനാണ് ഈ അൻവറിൻ്റെ യു.ഡി.എഫ് പ്രവേശനത്തിന് തടയിടുന്നത് എന്നൊക്കെ അന്ന് വലിയ ആക്ഷേപം അവരൊക്കെ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ വി.ഡി. സതീശൻ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. മറ്റ് മുതിർന്ന നേതാക്കളെ ആരെയും വകവയ്ക്കാതെയുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം പലപ്പോഴും കൈക്കൊള്ളുന്നത്. ഇതൊക്കെ മുതിർന്ന നേതാക്കൾക്ക്, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ളവർക്ക് വലിയ അതൃപ്തി പല ഘട്ടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനുശേഷം അൻവർ വലിയ തോതിൽ വോട്ട് പിടിച്ചു എന്നൊക്കെയാണ് യു.ഡി.എഫിൻ്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയുള്ള ഒരാളെ വിട്ടുകളയണോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ, അതിനകത്ത് പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. പക്ഷേ വി.ഡി. സതീശൻ അൻവറിനെ യു.ഡി.എഫിലെടുക്കുന്നതിൽ വലിയ എതിർപ്പ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് കൊണ്ട് മാത്രം അൻവറിനെ എടുക്കാതിരിക്കണോ, അങ്ങനെ പല പല ചർച്ചകൾ യു.ഡി.എഫിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇനി വരാൻ പോകുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കഴിഞ്ഞ 2 തവണയായി തുടർച്ചയായി LDF ആണ് അധികാരത്തിൽ വരുന്നത്. LDFിൻ്റെ തുടർഭരണം ആണ് LDF പ്രതീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിൽ എങ്ങനെ ഈ സർക്കാരിനെതിരായുള്ള സമരങ്ങൾ കൂടുതൽ ശക്തമാക്കാം, അത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള സമരം വരുമ്പോൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതെല്ലാം ഈ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം പലതും ചീറ്റിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ വലിയ അതൃപ്തി യു.ഡി.എഫിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശശി തരൂരിൻ്റെ പല പ്രസ്താവനകളും അത് വലിയ തോതിൽ കോൺഗ്രസിനെ മാത്രമല്ല യു.ഡി.എഫിനെയും വെട്ടിലാക്കുന്നുണ്ട്. തുടർച്ചയായി മോദി അനുകൂല പ്രസ്താവനകൾ അദ്ദേഹം തുടരുന്നു. അദ്ദേഹം ചെറിയൊരു നേതാവല്ല, AICC അംഗമാണ്, പ്രവർത്തക സമിതി അംഗമാണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത ബോഡിയിൽപ്പെട്ട ഒരാളാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഇങ്ങനെ മോദി അനുകൂല പ്രസ്താവനകൾ ഉണ്ടാകുന്നത് ചെറുതല്ലാത്ത രീതിയിൽ യു.ഡി.എഫിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആരാണ് മുഖ്യമന്ത്രി, ഇനി യു.ഡി.എഫിന് അധികാരം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച ഒരു സർവേ ഫലം അത് ശശി തരൂർ തന്നെ തൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അത് പങ്കുവെക്കുകയാണ്. തനിക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണ എന്നൊക്കെയുള്ള ചർച്ചകൾ. അത് ഈ അവസരത്തിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് ഉചിതമാണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. സംസ്ഥാനത്തെ നേതാക്കൾ ആരും അദ്ദേഹത്തോട് നേരിട്ട് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മാധ്യമങ്ങളോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഉന്നത ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ മട്ടിലാണ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ പ്രതികരിച്ചത്. പക്ഷേ സംഘടനയ്ക്കകത്ത് ഇതെല്ലാം വലിയ തർക്കത്തിന് വഴിവെച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. മോദി അനുകൂല പ്രസ്ഥാനം നടത്തുന്നതിന് പുറമെ അടുത്ത മുഖ്യമന്ത്രി താനാണ് എന്ന രീതിയിലുള്ള പ്രചാരണവും തരൂർ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒട്ടും ആശാസ്യമല്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ഭാരവാഹികൾ ദില്ലിക്ക് പോയത് പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. കാരണം
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുൻപ് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം, ഈ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് നേതൃത്വത്തിൻ്റെയും നിർദ്ദേശം. UDF-ലെ മറ്റ് ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഇതിനു മുൻപ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കണം. അത് ഇല്ലെങ്കിൽ അത് ഇനിയും തുടർന്നാൽ വലിയ തോതിൽ UDF-നെ ബാധിക്കും, UDF-ൻ്റെ വിജയ സാധ്യതകളെ ഇല്ലാതാക്കും എന്നൊക്കെയുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം ഇന്നത്തെ UDF യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. രാവിലെ 10 മണിക്കാണ് UDF-ൻ്റെ യോഗം.